നമസ്കാരം. മിത്രം ശത്രുവായാൽ ഒരുപക്ഷെ ഏറ്റവും വൈരാഗ്യ ബുദ്ധിയുള്ളവരായി മാറും എന്നുള്ള കാര്യത്തിൽ പഴമക്കാർ പറഞ്ഞത് എത്രയോ ശരിയാണ് എന്ന് ഇലോൺ മസ്കിൻ്റെയും ട്രംപിൻ്റെയും കാര്യത്തിൽ നമുക്ക് മനസ്സിലാകും. ഏറ്റവും വലിയ സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും. ഒരുപക്ഷെ ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പിൽ $260 മില്യൺ സഹായം ചെയ്ത, അതിലധികം സഹായം ചെയ്ത ഇലോൺ മസ്ക് എന്ന വ്യവസായി, സ്റ്റാർലിങ്കിൻ്റെ ഉടമ, സ്പേസ് എക്സിൻ്റെ ഉടമ, ടെസ്ലയുടെ ഉടമ, ലോകത്തിലെ ഒരുപക്ഷെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയുടെ ഏറ്റവും ശക്തനായ ബിസിനസ് സുഹൃത്തായിരുന്നു ഇലോൺ മസ്ക്. അവർ തമ്മിൽ തെറ്റിപ്പിരിയുന്ന വാർത്തകളാണ്, ഒരുപക്ഷെ അവരുടെ സൗഹൃദകാലത്തിൻ്റെ മധുവിധു അവസാനിക്കുന്നതെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ പുറമേ കേൾക്കുന്ന കാരണങ്ങളൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇലോൺ മസ്ക് ഉന്നയിച്ചിരിക്കുന്നതെങ്കിലും യഥാർത്ഥ കാരണങ്ങൾ മറ്റു പലതുമാണെന്ന് ശക്തമായി പറയപ്പെടുന്നു. അതിൽ ഒരു സംശയവും വേണ്ട. ഇലോൺ മസ്ക് ട്രംപിൻ്റെ സുഹൃത്തായി വന്നപ്പോൾ തന്നെ മറ്റു പലരും പറഞ്ഞിരുന്നു ഇവർ തമ്മിലുള്ള സൗഹൃദം അധിക നാൾ നീണ്ടു നിൽക്കില്ല എന്ന്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ട്രംപ് ബിസിനസ്സുകാരനാണെങ്കിലും ഒരു പഴയ തലമുറക്കാരനാണ്, 80 വയസ്സുള്ള ഒരു പഴയ തലമുറക്കാരൻ. എന്നാൽ ഇലോൺ മസ്ക് ആകട്ടെ ശക്തനായ ബിസിനസ് താല്പര്യങ്ങളുള്ള, രാഷ്ട്രീയം അധികം വഴങ്ങാത്ത, തികഞ്ഞ അടിമുടി വ്യവസായിയായിട്ടുള്ള ഒരാളാണ്. ട്രംപ് കൗശലക്കാരനായ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. എന്നാൽ രാഷ്ട്രീയത്തിലെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ജനകീയ പിന്തുണ ഇതൊന്നും ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് തന്നെ രണ്ടു പേരുടെയും താല്പര്യങ്ങൾ ഒത്തുപോകുന്നതല്ല എന്ന് മറ്റു പലരും പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും വിശ്വസനീയമായിരുന്നില്ല. എന്നാൽ അതൊക്കെ ശരിയായി മാറുന്ന ഒരു കാലഘട്ടമാണ് ഇത്, അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. വ്യവസായിയായ ഇലോൺ മസ്കും അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിൻ്റെയും സൗഹൃദം ഇതോടെ അവസാനിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ, അതായത് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റ് ബില്ല് പോലെ വരുന്നൊരു ബില്ലാണ്. ആ ബില്ലിനെ എതിർക്കുകയാണ് ഇപ്പോൾ ഇലോൺ മസ്ക്. അതായത് ട്രംപിൻ്റെ ഒരു വളരെ വലിയ ഒരു ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ട്രംപിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന ഒരു ബില്ലാണത്. ഇത് അമേരിക്കയെ മാന്ദ്യത്തിലേക്ക് നയിക്കും എന്നാണ് ഇപ്പോൾ ഇലോൺ മസ്ക് പ്രതികരിച്ചിരിക്കുന്നത്. അതിന് അടിസ്ഥാനപരമായി ചില കാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ കാരണം എന്ന് പറയുന്നത്, ഇദ്ദേഹം അതിനകത്ത് ടാക്സ് റിഡക്ഷൻ നടപ്പിലാക്കിയിരുന്നത്, അതായത് പലതിൽ നിന്നും ഒഴിവാക്കും എന്നൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. അത് ടെസ്ലയെ പോലെ കമ്പനികൾക്ക് അത്ര നല്ലതല്ല എന്നും കേൾക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിട്ടുവീഴ്ചകളൊക്കെ ഒരുപക്ഷെ വലിയ തരത്തിൽ ബിസിനസ് താല്പര്യങ്ങളെ, ടെസ്ലയുടെയും അതുപോലെ തന്നെ മസ്കിൻ്റെയും ഒക്കെ ബിസിനസ് താല്പര്യങ്ങളെ ബാധിച്ചേക്കാം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇതിലും വലിയ ചില താല്പര്യങ്ങളുണ്ട്. കേവലമായി ഒരു ടെസ്ലയുടെ ബിസിനസ്സോ അല്ലെങ്കിൽ സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളോ അല്ലെങ്കിൽ സ്പേസ് എക്സിലെ അവരുടെ ബിസിനസ് താല്പര്യങ്ങളെക്കാളൊക്കെ ഉപരി അതിനേക്കാൾ വലിയ ബിസിനസ് താല്പര്യങ്ങളാണ് ട്രംപിനെയും ഇലോൺ മസ്കിനെയും ബദ്ധവൈരികളാക്കി മാറ്റുന്നത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ട്രംപ് അധികാരമേറ്റതിന് ശേഷം ഈ കഴിഞ്ഞ ജനുവരിയിൽ ഇലോൺ മസ്ക് ഒരു പ്രധാനപ്പെട്ട ചുമതല ഏറ്റെടുത്തിരുന്നു. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, ഡോജ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം 1000-ലധികം, അദ്ദേഹം അവിടെ അധികാരത്തിലെത്തിയ ഉടനെ തന്നെ ചെലവ് ചുരുക്കൽ പദ്ധതികൾ പ്രഖ്യാപിച്ചു. അദ്ദേഹം ഏതാണ്ട് $2 ലക്ഷം കോടി ചെലവ് ചുരുക്കൽ പദ്ധതി അദ്ദേഹം ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ പ്രഖ്യാപിച്ചത്. 1000-ലധികം ഫെഡറൽ ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇത് യഥാർത്ഥത്തിൽ ട്രംപിന് രാഷ്ട്രീയമായി തിരിച്ചടി നേരിട്ടതിന് കാരണമായി. പലരും ട്രംപിനെതിരായി മാറുന്നത് ട്രംപ് മെല്ലെ മണത്തറിഞ്ഞു. അത് മാത്രമല്ല, ട്രംപ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് കാത്തലിക് മേധാവിയാണെന്ന്, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനാണെന്ന് നമുക്കറിയാം. എന്നാൽ അവരാണ് പ്രധാനപ്പെട്ട ഓയിൽ വ്യവസായങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഓയിൽ വ്യവസായ താല്പര്യങ്ങളാണ് നമുക്കറിയാമല്ലോ ഈ അടുത്ത് നടന്ന പാരീസ് എഗ്രിമെൻറ്റിൽ നിന്നെല്ലാം അമേരിക്ക പിന്നോക്കം പോകുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് തന്നെ അവരുടെ സമ്മർദ്ദമാണ്.
എന്നാൽ ഇലോൺ മസ്ക് ആകട്ടെ തങ്ങളുടെ കാർ സാമ്രാജ്യം, ടെസ്ല കാർ സാമ്രാജ്യം വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. ആ പരിശ്രമത്തിനിടയിൽ ഒരുപക്ഷെ ഓയിൽ താല്പര്യങ്ങൾ, ഓയിൽ ബിസിനസ് കൂടുതൽ ഉണ്ടാക്കുക, അത്തരം രാജ്യങ്ങളുമായി ബന്ധം കൂടുതൽ സ്ഥാപിക്കുക, അവർക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഇലക്ട്രിക് വാഹനവുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ, ടെസ്ലയുടെ താല്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളതാണ്. നമ്മൾ മറ്റൊരു കാര്യം കൂടെ ചേർത്ത് വായിക്കണം കേട്ടോ. ട്രംപ് ഈ അടുത്ത സമയത്ത് മിഡിൽ ഈസ്റ്റ് സന്ദർശനം നടത്തിയത് മറന്നു പോകരുത്. ഖത്തർ, ഒമാൻ, അതുപോലെ തന്നെ സൗദി അറേബ്യയിലെല്ലാം UAE എല്ലാം ഇപ്പോൾ ട്രംപ് സന്ദർശനം നടത്തിയിരുന്നല്ലോ. 3 രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ട് ഈ അടുത്ത സമയത്ത് സന്ദർശനം നടത്തുക. അതിൽ ഖത്തറും UAEയും ഒക്കെ ഉൾപ്പെടുന്നു. അവിടെ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതിൻ്റെയൊക്കെ ഉള്ളുകളിൽ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിശകലനം ചെയ്താൽ മനസ്സിലാവുന്നത് അതൊക്കെ അവരുടെ ഓയിൽ താല്പര്യങ്ങളാണ് എന്നാണ്. അവർക്ക് ഓരോരുത്തർക്കും ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ഈ രാജ്യങ്ങളെ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ആ രാജ്യങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾ ട്രംപ് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള വിശ്വാസമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ട്രംപും അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു സുപ്രഭാതത്തിൽ ഫോണെടുത്ത് ബദ്ധവൈരികളായിട്ടുള്ള അമേരിക്കയുടെ ബദ്ധവൈരിയായ ഷീ ജിൻപിങ്ങിനെ പോലും ഫോണിൽ വിളിച്ച് ചൈനീസ് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളൊരു വിമർശനം പരോക്ഷമായെങ്കിലും ഇലോൺ മസ്കിൽ നിന്ന് വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ വ്യവസായ താല്പര്യങ്ങൾ, ബിസിനസ് താല്പര്യങ്ങൾ, ഇതാണ് ഈ സൗഹൃദങ്ങൾക്കിടയിലുള്ള വിള്ളലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയപ്പെടുന്നത്. ഇതിനിടയ്ക്ക് ചില ആരോപണങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം ബിഗ് ബോംബ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ജെഫ്രി എസ്റ്റീനെ നമുക്കറിയാം. ജെഫ്രി എസ്റ്റീൻ ധാരാളമായി ഈ ലൈംഗിക പീഡനം, അതായത് കൊച്ചുകുട്ടികളെ കൊണ്ടുപോയി പല ദ്വീപുകളിലും പാർപ്പിച്ച് വലിയ വമ്പന്മാർക്കൊക്കെ കാഴ്ചവെച്ച് അതുമായി ബന്ധപ്പെട്ട പീഡന കഥകൾ ധാരാളം നമ്മൾ കേട്ടതാണ്. അദ്ദേഹം ജയിലിലായിരിക്കുകയും പിന്നീട് ഇല്ലാതാവുകയൊക്കെ ചെയ്തു, അത് മരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇപ്പോഴും രഹസ്യമാക്കി വെച്ചിരിക്കുന്നുവെന്നും ആ റിപ്പോർട്ടുകളൊന്നും പുറത്തുവിടാത്തത് അത് പുറത്തു വന്ന ഒരു വലിയ ബിഗ് ബോംബാണ് അത് എന്നുമാണ് ഇലോൺ മസ്ക് പറഞ്ഞത്. അപ്പോൾ ഇത് ഡെമോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടിയ വലിയ ഒരു ആയുധമാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അമേരിക്കയിൽ ഇത് നിർണായക സ്വാധീനം ചെലുത്തും, അല്ലെങ്കിൽ ഈ കഥകളൊക്കെ പുറത്തു വന്നാൽ ട്രംപിനെ പ്രതികൂലമായി ബാധിക്കും എന്നൊക്കെയാണ് ഇലോൺ മസ്ക് പറയുന്നത്. എന്തായാലും ഇലോൺ മസ്കിൻ്റെ ഈ ആരോപണങ്ങളൊക്കെ വരുമ്പോഴും ട്രംപ് പ്രതികാര നടപടികളായി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞത്, ഫെഡറൽ ബഡ്ജറ്റിനെ എതിർക്കുന്ന തരത്തിൽ എതിരാളികൾക്ക് പണം നൽകി അവരെ സ്വാധീനം ചെലുത്തി തങ്ങളെ എതിർക്കാൻ ശ്രമിച്ചാൽ ഇലോൺ മസ്കിന് വലിയ നഷ്ടമുണ്ടാകും എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം എതിരാളികൾക്ക് അവിടെ ഈ ലോബിയിങ് എന്ന് പറയുന്നത് ശക്തമാണല്ലോ. ലോബിയിങ് എന്ന് പറഞ്ഞാൽ ഓരോരോ ഗ്രൂപ്പുകൾക്ക്, താല്പര്യങ്ങളുള്ള ഗ്രൂപ്പുകൾക്കൊക്കെ പണം കൊടുത്ത് സ്വാധീനിച്ച് അവരൊക്കെ അവരുടെ നിയമ സംവിധാനത്തിലും തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ സ്വാധീനം ചെലുത്തുന്നത് അമേരിക്കയിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടുള്ള ഒരു നടപടിക്രമമാണ്. അവിടെ പല ലോബി ഗ്രൂപ്പുകളുണ്ട്. അവിടുത്തെ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട്, അവിടെ നമ്മൾ സെനറ്റും കോൺഗ്രസ് എന്നുമായി പറയുന്ന അവരുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ലോബികൾ ശക്തമായി പ്രവർത്തിക്കുന്നു. ആ ലോബികൾക്കൊക്കെ പണം കൊടുത്തവരെ സ്വാധീനിച്ച്, ഡെമോക്രാറ്റുകളെ ഒക്കെ സ്വാധീനിച്ച് തങ്ങൾക്കെതിരെ നിർത്തി ഈ ബില്ലിനെ, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസിനെ ഉൾപ്പെടെ പണം കൊടുത്ത് സ്വാധീനിച്ച് തങ്ങൾക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാം, അല്ലെങ്കിൽ തൻ്റെ സർക്കാരിനെ മറിച്ചിടാം എന്നാണ് ഇലോൺ മസ്ക് വിചാരിക്കുന്നതെങ്കിൽ ഇലോൺ മസ്കെ കരുതിയിരുന്നുള്ളൂ എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഒരു പടി കൂടി മുൻപ് എറിഞ്ഞിരിക്കുകയാണ് ഇലോൺ മസ്ക്. ഇംപീച്ച്മെൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ ഇലോൺ മസ്ക് സൂചിപ്പിക്കുന്നത്. ട്രംപിനെ ഇംപീച്ച് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ 2 ഭീമൻ വ്യവസായികളും, ഒരാൾ രാഷ്ട്രീയക്കാരനായ കൗശലക്കാരനായ വ്യവസായിയാണെങ്കിൽ മറ്റേയാൾ തികച്ചും വ്യവസായിയാണ്. ഈ 2 താല്പര്യങ്ങളും ഒത്തുപോവുകയില്ല എന്നുള്ളതാണ്. കൗശലക്കാരനായ ഒരു രാഷ്ട്രീയക്കാരന് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്നാണ്. എന്നാൽ ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ചു നോക്കൂ. അമേരിക്കയുടെ ഏറ്റവും വലിയ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ ഓവൽ ഹൗസിലൊക്കെ ഇരുന്നുകൊണ്ട് രാഷ്ട്രത്തലവന്മാരെ അമേരിക്കൻ പ്രസിഡന്റ് ഫോണിൽ വിളിക്കുമ്പോൾ പലപ്പോഴും രണ്ടാമനായി സംസാരിക്കുന്നത്, ചിലപ്പോൾ ആദ്യം സംസാരിക്കുന്നത് ഇലോൺ മസ്ക് ആണ്. ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ട്രംപിൻ്റെ ആദ്യ ഫോൺ സംഭാഷണത്തിൽ തന്നെ മോദിയുമായി സംസാരിച്ചത് ഇലോൺ മസ്ക് ആണ്. അവർ ബിസിനസ് താല്പര്യങ്ങളാണ് സംസാരിക്കുന്നത്. ട്രംപ് തന്നെ പറയുന്നുണ്ട് അവരെന്തൊക്കെയോ ബിസിനസ് കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നുള്ളത്. അപ്പോൾ
ട്രംപ് നൽകിയിരുന്ന ഒരു സ്ഥാനം ഇലോൺ മസ്കിന് വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നാസയേക്കാൾ വലിയ വിട്ടുവീഴ്ചകളാണ് സഹായവുമാണ് സ്പേസ് എക്സിന് അവർ നൽകിയത്. മാത്രമല്ല ഇപ്പോൾ അവരുടെ ചില പദ്ധതികൾ, നാസ പരാജയപ്പെട്ട ചില ബഹിരാകാശ പദ്ധതികൾ സ്പേസ് എക്സിന് ഉണ്ട് എന്നും ആയിരക്കണക്കിന് കോടി ഡോളർ രൂപയുടെ നിക്ഷേപമാണ് അവിടുത്തെ വിവിധ ഏജൻസികൾ, നാസ ഉൾപ്പെടെയുള്ള ഏജൻസികൾ കരാറുകളാണ് ഇലോൺ മസ്കിന് നൽകിയിട്ടുള്ളതെന്നും അതൊക്കെ പിൻവലിക്കും എന്നുമുള്ള ഭീഷണിയാണ് ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് വ്യവസായികൾ തമ്മിലുള്ള യുദ്ധം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഒരു ലോകത്തെ ഏറ്റവും വലിയ ശക്തനായ ഭരണാധികാരിയും ലോകത്തിലെ ഏറ്റവും ശക്തനായ ഒരു ബിസിനസ്മാനും തമ്മിലുള്ള ഈ തർക്കം എന്ന് പറയുന്നത് ചെളിവാരി എറിയലിലേക്ക് നീങ്ങുകയാണ് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവിയിലുമൊക്കെ ഇത് വളരെ വലിയ സ്വാധീനം ചെലുത്തുവാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികൾ ട്രംപ് കാർഡ് എന്ന് പറയുന്നത് പ്രധാനമായും ഇലോൺ മസ്ക് ആയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ധാരാളമായി ഫണ്ട് മൊബിലൈസ് ചെയ്യുക, ഒരു വലിയ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നതിൽ അതിനകത്ത് ഇലോൺ മസ്കിൻ്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് അത് ഉണ്ടാകില്ല എന്നും മാത്രമല്ല, റിപ്പബ്ലിക്കൻ ക്യാമ്പുകളിൽ പലരെയും സ്വാധീനിച്ച് ഡെമോക്രാറ്റിക് ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനും ഇലോൺ മസ്കിന് കഴിയും എന്നുള്ളത് ട്രംപ് വളരെ സന്ദേഹത്തോടു കൂടിയാണ് കാണുന്നത്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ജനുവരിയിൽ ഇലോൺ മസ്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡിപ്പാർട്ട്മെന്റ് ചുമതല ഏറ്റെടുത്തിരുന്നു. ഡോജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്നാണ് അതിൻ്റെ പേര്. അതിൽ ചുമതല ഏറ്റെടുത്ത ഉടനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് ഫെഡറൽ ജീവനക്കാരെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു. ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് ഇദ്ദേഹത്തിന് പ്രതികൂലമായി മാറി. അതുമാത്രമല്ല, $2 ലക്ഷം കോടി അതിൻ്റെ ചെലവ് ചുരുക്കൽ നയം അത് പല അർത്ഥത്തിൽ പല ഡിപ്പാർട്ട്മെന്റിന്റെ തലവന്മാരുമായും ഇലോൺ മസ്കിനെ ശത്രുവാക്കി മാറ്റി എന്നുള്ളതാണ്. അവിടുത്തെ പ്രതിരോധ സെക്രട്ടറി പോലും ഇലോൺ മസ്കിനെതിരെ നിശിതമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. അതുകൊണ്ട് മാത്രമല്ല, ഇലോൺ മസ്കിൻ്റെ പല താല്പര്യങ്ങളും പ്രൊട്ടസ്റ്റന്റ് കാത്തലിക് ഓയിൽ ഭീമന്മാരുമായി ചേർന്ന് പോകുന്നതല്ല എന്നുള്ളതാണ്. അവിടെയാണ് ട്രംപിലെ കൗശലക്കാരൻ ഉണർന്നത്. ജനങ്ങൾ തങ്ങൾക്കെതിരാകുന്നു, അതായത് ഇലോൺ മസ്കിൻ്റെ പല നയങ്ങളും ജനകീയമല്ല എന്ന് ട്രംപ് തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ ആ ജനകീയത വീണ്ടെടുക്കുവാനാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനകീയത വീണ്ടെടുക്കുവാനാണ് ഈ ട്രംപ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്. അതൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇലോൺ മസ്കിന് വിനയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇലോൺ മസ്കിൻ്റെ ടെസ്ല താല്പര്യങ്ങൾ, ഇലക്ട്രിക് കാറുകളുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ, ഓയിൽ കമ്പനികളുമായി ബന്ധപ്പെട്ട ട്രംപിൻ്റെ താല്പര്യങ്ങൾ, അമേരിക്കയുടെ താല്പര്യങ്ങൾ, ചൈനയുമായി വർദ്ധിച്ചു വരുന്ന അടുപ്പം, ഒരുപക്ഷെ ട്രംപ് ഒരു വലിയ ചൈന വിരോധിയാണെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ടെസ്ലയെ പോലുള്ള ഭീമന്മാർക്ക് വലിയ തിരിച്ചടി ആയേക്കാം എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ തന്നെ നമുക്കറിയാം. ടെസ്ലയുടെ ഓഹരി കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് അമേരിക്കയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ ബിസിനസ് താല്പര്യങ്ങൾക്കെതിരായി മാറുന്നു എന്നുള്ളതാണ്. അതാണ് ഇലോൺ മസ്കിനെ കൂടുതൽ ചിന്തിച്ചത്. ഇതിനിടയ്ക്ക് ഇലോൺ മസ്ക് തികഞ്ഞ ഒരു സിന്തറ്റിക് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരു തികഞ്ഞ മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള വ്യക്തിയാണ് എന്ന് ട്രംപ് ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹത്തിന് 3-ലധികം ഭാര്യമാരുണ്ട്, ധാരാളം കുട്ടികളുണ്ട്, അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അവസാന കാമുകിയുമായി ഇപ്പോൾ ഇലോൺ മസ്ക് പ്രശ്നത്തിലാണ്. അവർക്ക് നഷ്ടപരിഹാരങ്ങളൊക്കെ കൊടുത്ത് ഇപ്പോൾ അവസാനം ഉണ്ടായ ഒരു കാര്യത്തിൽ, അതായത് തൻ്റെ കാമുകിക്ക് നഷ്ടപരിഹാരമൊക്കെ കൊടുത്ത് ആ കേസ് ഒതുക്കി തീർക്കുവാൻ ഇലോൺ മസ്ക് ശ്രമിക്കുന്നു. എന്നാൽ അവർ ഫെഡറൽ കോടതിയിൽ പോകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇലോൺ മസ്കിനും ഒക്കെ ഉണ്ട്. അമേരിക്കൻ ഒരുപക്ഷെ പശ്ചാത്തലത്തിൽ, രാഷ്ട്രീയ പശ്ചാത്തലത്തിലൊന്നും സാമൂഹ്യ പശ്ചാത്തലം ഇതൊന്നും വലിയ പ്രശ്നങ്ങളല്ല എങ്കിലും ട്രംപ് ഇതെല്ലാം ഒരു ആയുധമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഇലോൺ മസ്ക് ആകട്ടെ അതിനെയൊക്കെ ചെറുക്കുന്നത് മറ്റൊരു തരത്തിലാണ്. എന്തായാലും ലോകത്തിലെ പല നേതാക്കന്മാരും ട്രംപിൽ എത്തിച്ചേർന്നത് പോലും ഇലോൺ മസ്ക് വഴിയാണ്, അല്ലെങ്കിൽ അവരാദ്യം ട്രംപിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയായി കണ്ടത് ഇലോൺ മസ്കിനെ ആയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇലോൺ മസ്ക് മാറുമ്പോൾ, ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്നും ഓവൽ ഹൗസ് ഓഫീസിൽ നിന്നും ഒക്കെ മാറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുമ്പോൾ ഇനി അങ്ങോട്ട് ട്രംപിൻ്റെ കാലം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പലരും ആലോചിക്കുന്നത്. എന്തായാലും ചെളിവാലി എറിയലുകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ശക്തമായി തുടങ്ങുന്നു. ബിസിനസ് താല്പര്യങ്ങൾ മാത്രം മുന്നോട്ട് വരുമ്പോൾ അമേരിക്കയിലെ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായ, ഒപ്പം പ്രൊട്ടസ്റ്റന്റ് കാത്തലിക് വിഭാഗങ്ങളുടെ സംരക്ഷകനായ, അവരുടെ താല്പര്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ടെസ്ല, സ്റ്റാർലിങ്ക്, സ്പേസ് എക്സ് ഉടമയായ ഈ വലിയ ഭീമൻ കമ്പനികളുടെ ശതകോടീശ്വരനായിട്ടുള്ള ഇലോൺ മസ്കിനെ നേരിടുക ഒരല്പം പ്രയാസമാണ്. അതേസമയം തന്നെ
തന്നെ ശക്തനായ അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ പിന്തുണയില്ലാതെ തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും വലിയ വെല്ലുവിളിയാണ്. എന്തായാലും അമേരിക്കൻ രാഷ്ട്രീയം ഇനി വരാൻ പോകുന്ന കുറച്ച് നാളുകൾ ഡെമോക്രാറ്റുകൾക്ക് വലിയ ആയുധങ്ങളായിരിക്കും ഒരുപക്ഷെ റിപ്പബ്ലിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് നൽകുക എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്തായാലും കാത്തിരിക്കുക തന്നെ.